ഹായ്. ഇന്ന് സിഗ്നറ്റയുടെ റീൽ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ലൊക്കേഷൻ കൊച്ചി തന്നെയായിരുന്നു, എറണാകുളം. മെയിനായിട്ട് ഇന്ന് ചെയ്തൊരു 4 റീൽസാണ്. അതിൽ ബൈച്ചേട്ടൻ്റെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു റീല്, പിന്നെ ലൈഫ് ഓഫ് കുട്ടൻ, റേറ്റ് വേഴ്സ് റേറ്റിംഗ്, രാമവും സുശീലനും, ഇങ്ങനെ 4 റീലാണ് ചെയ്തത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട് സിഗ്നറ്റയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഞങ്ങൾ നേരെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കാറിൽ വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദെൻ ടു സിഗ്നറ്റഡിയിൽ രാവിലെ ഒരു 8 മണിയായപ്പോഴേക്കും എത്തി. റജി കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ ചുമക്കണതാണ് നമ്മുടെ ക്യാമറമാൻ. അവിടെ സിഗ്നറ്റഡിയിൽ ഓൾറെഡി ശ്രീരാജ് എത്തിയിട്ടുണ്ടായി. ഞങ്ങൾ പതുക്കെ എക്യുപ്മെൻറ്റ്സൊക്കെ എടുത്ത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് രാമവും സുശീലൻ എന്ന് പറഞ്ഞിട്ടൊരു റീലാണ്. അതിൽ നമ്മളൊരു വിഗ്ഗൊക്കെ വാടകയ്ക്ക് എടുത്തത് വെച്ചിരുന്നു. അങ്ങനെ വിഗ് ഊരി മാറ്റി. ഈ വിഗ് തന്നെ ഞങ്ങൾ അടുത്ത റീലിലൊരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് റീലിനെ കുറിച്ച് വിശ്വനായിട്ടിരുന്ന് കുറച്ച് ഡിസ്കസ് ചെയ്തു. അതിനിടയ്ക്ക് ശ്രീരാജ് മാർക്കർ വെച്ചിട്ട് പോയി ശ്രീരാജിൻ്റെ നരച്ച മീശയും താടിയൊക്കെ ഒന്ന് കറപ്പിച്ച് കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ അടുത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ലൈഫ് ഓഫ് കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു റീലായിരുന്നു. ഇന്ന് 4 റീലും സിഗ്നറ്റയുടെ ഓഫീസും പരിസരങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ അത് ഷൂട്ട് ചെയ്ത് തീർത്തത്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ക്ലിപ്സ് കുറച്ച് ലെങ്തി ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വെറുതെ ചുമ്മാ അതിൻ്റെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതൊക്കെ കാണാമല്ലോ. ഓക്കെ. പിന്നെ ഞങ്ങൾ മൂന്നാമത് ഷൂട്ട് ചെയ്തത് റേറ്റ് വേഴ്സ് റേറ്റിംഗ് എന്നുള്ളൊരു റീലായിരുന്നു. അതിൽ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 3 പേര് സംസാരിക്കുന്ന രീതിയിലാണത് കമ്പോസ് ചെയ്തത്. 3 ക്യാരക്ടേഴ്സാണ് അവർ തമ്മിലുള്ള ഡിസ്കഷൻസ്. ഓക്കെ. ഈ കാറിൽ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് 2 ലൈറ്റാണ് യൂസ് ചെയ്തത്. ഒന്ന് കാറിൻ്റെ ഉള്ളിലൊരു RGB സ്റ്റിക്ക് ലൈറ്റ് വെച്ചു, LC. പിന്നെ ഒരു ചെറിയൊരു ബോക്സ് ലൈറ്റ് LED തന്നെ പുറത്ത് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു. ക്യാമറ ഞങ്ങൾ ഉപയോഗിക്കുന്നത് സോണിയുടെ M2 ആണ്. അതിൽ 4K ഷൂട്ട് ചെയ്യുന്നത്. ഹോളി ലാൻഡിൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ ഡിസ്പ്ലേ ഒന്നും വെക്കാറില്ല. ഓൾറെഡി ഞങ്ങൾ ക്യാമറയുടെ ഇതിൽ തന്നെ പ്ലേ ബാക്ക് എല്ലാം നോക്കും. പിന്നെ എല്ലാ റീലിനും സ്ക്രിപ്റ്റ് ഉണ്ടാവും. സ്ക്രിപ്റ്റ് പ്രിൻ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കുറച്ച് നേരം ഡിസ്കസ് ചെയ്ത് അത് ഇംപ്രൂവൈസ് ചെയ്ത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് പോകുന്നത്. അത് പറഞ്ഞോട്ടോ സാറ് ഡയലോഗ്. 3rd റീലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായി. നമ്മളുടെ ഷൂട്ട് കണ്ട് വന്നതല്ല, തൊട്ടപ്പുറത്ത് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നതാണ്. അങ്ങനെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഡീൽ ചെയ്യുന്നുണ്ടായി. ഞങ്ങളുടെ ഷൂട്ടിംഗ് അവിടെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ബൈച്ചേട്ടൻ്റെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ റീല് ഷൂട്ട് ചെയ്തു. അത് ഇൻഡോറായിരുന്നു. 4ാമത്തെ റീലിൽ ക്യാമറാമാൻ റജിയും പിന്നെ ശ്രീരാജാണ് അഭിനയിച്ചത്. ഞങ്ങൾ ഇൻഡോർ ഷൂട്ട് ചെയ്തപ്പോൾ അതിലൊരു എക്സ്ട്രാ ലൈറ്റ് യൂസ് ചെയ്തു. അത് ഡിജിടെക്കിൻ്റെ ഒരു ബൈക്ക് കളർ ലൈറ്റായിരുന്നു. അതാണ് മെയിൻ ഫിൽ ലൈറ്റായിട്ട് കൊടുത്തത്. ടീംസിനെ വെച്ചിട്ട് ഓട്ടോമേഷനും കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു. അമ്മമാരുടെ പ്രതീക്ഷയൊക്കെ കൊള്ളാം. പക്ഷെ ഇവന്മാരൊന്നും പറ്റില്ല. ഇവന്മാരെ ഫുഡ് ഉണ്ടായി കിട്ടിയില്ല. ഇവന്മാരെ വെച്ചിട്ട് സോളാറും ഹോം ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞുതരാം. റെഡി സെറ്റ്. ഈ ക്യാരക്ടറിനൊക്കെ ചെയ്യുന്ന പണിയാണ്. സിഗരറ്റ് ഐഡിയിൽ ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാക്കപ്പ്.